അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം 25. സംസ്ഥാനത്ത് വന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഫെസ്തോസ് കൈസരിയിൽ നിന്ന് യെരുശലേമിലേക്ക് പോയി. അവിടെ മുഖ്യ പുരോഹിതന്മാരും യഹൂദ നേതാക്കന്മാരും അയാളുടെ മുമ്പിൽ ഹാജരായി പൗലോസിനെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. തങ്ങൾക്കുള്ള ഒരു ആനുകൂല്യമെന്ന നിലയിൽ പൗലോസിനെ യെരുശലേമിലേക്ക് വരുത്തണമെന്ന് അവർ നിർബന്ധമായി അഭ്യർത്ഥിച്ചു. അദ്ദേഹത്തെ വഴിക്കുവെച്ച് കൊന്നുകളയുവാൻ അവർ ഒരു പതിയിരിപ്പിന് വട്ടം കൂട്ടുന്നുണ്ടായിരുന്നു. ഫെസ്തോസ് അവരോട്, പൗലോസിനെ കൈസരിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഞാൻ ഉടനെ തന്നെ അവിടേക്ക് പോകുന്നുണ്ട്. നിങ്ങളുടെ നേതാക്കന്മാരിൽ ചിലർക്ക് എന്റെ കൂടെ വന്ന് അവിടെ വച്ച് അയാൾക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാവുന്നതാണ് എന്ന് മറുപടി പറഞ്ഞു. അവരോടുകൂടെ 8-10 ദിവസം താമസിച്ച ശേഷം അയാൾ കൈസരിയിലേക്ക് പോയി. പിറ്റേ ദിവസം അയാൾ കോടതി വിളിച്ചുകൂട്ടി പൗലോസിനെ തന്റെ മുമ്പിൽ ഹാജരാക്കുവാൻ ആജ്ഞാപിച്ചു. പൗലോസ് ഹാജരായപ്പോൾ യെരുശലേമിൽ നിന്ന് വന്നിരുന്ന യഹൂദർ അദ്ദേഹത്തിന് ചുറ്റും നിന്നുകൊണ്ട് ഗുരുതരമായ അനവധി ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചു. എന്നാൽ അവ തെളിയിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അനന്തരം പൗലോസ് തന്റെ പ്രതിവാദത്തിൽ, ഞാൻ യഹൂദരുടെ ന്യായപ്രമാണത്തിനും ദേവാലയത്തിനും വിപരീതമായോ കൈസർക്ക് വിരോധമായോ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പ്രസ്താവിച്ചു. യഹൂദർക്ക് ഒരു ആനുകൂല്യം ചെയ്തു കൊടുക്കണമെന്ന ആഗ്രഹത്തോടെ ഫെസ്തോസ് പൗലോസിനോട്, നിങ്ങൾക്ക് യെരുശലേമിൽ പോയി അവിടെ എന്റെ മുമ്പാകെ ഈ ആരോപണങ്ങൾ സംബന്ധിച്ച് വിസ്തരിക്കപ്പെടാൻ സമ്മതമാണോ എന്ന് ചോദിച്ചു. അതിന് പൗലോസ്, ഞാനിപ്പോൾ കൈസരുടെ കോടതിയുടെ മുമ്പാകെ നിൽക്കുന്നു. അവിടെയാണ് എന്നെ വിസ്തരിക്കേണ്ടത്. അങ്ങേക്ക് തന്നെ നന്നായി അറിയാവുന്നതുപോലെ ഞാൻ യഹൂദർക്ക് ഒരു തെറ്റും ചെയ്തിട്ടില്ല. മരണത്തിനർഹമായ എന്തെങ്കിലും കുറ്റം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മരണശിക്ഷ ഏൽക്കുന്നതിന് എനിക്കൊരു വിസമ്മതവുമില്ല. എന്നാൽ എനിക്ക് വിരോധമായി ഈ യഹൂദന്മാർ കൊണ്ടുവന്നിരിക്കുന്ന ആരോപണങ്ങൾ സത്യമല്ലെങ്കിൽ എന്നെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ ആർക്കും അവകാശമില്ല. കൈസരുടെ മുമ്പാകെ ഉപരിവിചാരണയ്ക്ക് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ ഫെസ്തോസ് തന്റെ ഉപദേശക സമിതിയുമായി കൂടിയാലോചന നടത്തിയിട്ട്, കൈസരുടെ മുമ്പാകെ ഉപരിവിചാരണയ്ക്ക് അപേക്ഷിച്ചിരിക്കുന്ന നിങ്ങൾ കൈസരുടെ അടുത്തേക്ക് തന്നെ പോകും എന്ന് പ്രഖ്യാപിച്ചു. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ അഗ്രിപ്പാ രാജാവും ബെർനീക്കയും കൂടി ഫെസ്തോസിന് അഭിവാദനം അർപ്പിക്കുവാൻ കൈസരിയയിലെത്തി. അവർ കുറേയധികം ദിവസങ്ങൾ അവിടെ ചെലവഴിച്ചതിനാൽ ഫെസ്തോസ് പൗലോസിന്റെ കേസ് അഗ്രിപ്പാ രാജാവുമായി ചർച്ച ചെയ്തു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഫേലിക്സ് തടവുകാരനായി വിട്ടേച്ചു പോയ ഒരു മനുഷ്യൻ ഇവിടെയുണ്ട്. ഞാൻ യെരുശലേമിൽ ചെന്നപ്പോൾ യഹൂദന്മാരുടെ മുഖ്യ പുരോഹിതന്മാരും പ്രമാണികളും അയാൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അയാളെ ശിക്ഷയ്ക്ക് വിധിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ തനിക്കെതിരെ ആരോപണം നടത്തുന്നവരെ മുഖാമുഖം കണ്ട് അവരുടെ ആരോപണങ്ങൾക്കെതിരായി പ്രതിവാദം നടത്തുവാൻ അവസരം ലഭിക്കുന്നതിന് മുമ്പ് ഒരു മനുഷ്യനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് റോമാക്കാരുടെ സമ്പ്രദായമല്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അവർ എന്നോട് കൂടെ ഇവിടെ എത്തിയപ്പോൾ ഞാൻ പ്രശ്നം വൈകിക്കാതെ പിറ്റേന്നു തന്നെ കോടതി വിളിച്ചുകൂട്ടുകയും ആ മനുഷ്യനെ കൊണ്ടുവരാൻ കൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ വാദികൾ സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നതുപോലുള്ള ഒരു കുറ്റവും അവർ അയാളുടെ മേൽ ആരോപിച്ചില്ല. അവരുടെ മതത്തെയും മരിച്ചു പോയവനെങ്കിലും ജീവിച്ചിരിക്കുന്നുവെന്ന് പൗലോസ് അവകാശപ്പെടുന്ന യേശു എന്ന മനുഷ്യനെയും സംബന്ധിച്ചുള്ള ചില തർക്കങ്ങൾ മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. ഇത്തരം കാര്യങ്ങളെപ്പറ്റി അന്വേഷണം നടത്തേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിവില്ലാതിരുന്നതിനാൽ ഞാൻ അയാളോട് യെരുശലേമിലേക്ക് പോകുവാനും അവിടെ ഈ ആരോപണങ്ങൾ സംബന്ധിച്ച് വിസ്തരിക്കപ്പെടുവാനും ഒരുക്കമാണോ എന്ന് ചോദിച്ചു. എന്നാൽ ചക്രവർത്തിയുടെ തീരുമാനത്തിനായി തന്നെ തടവിൽ സൂക്ഷിക്കണമെന്ന് പൗലോസ് അപേക്ഷിക്കയാൽ കൈസരുടെ അടുത്തേക്ക് അയക്കുവാൻ കഴിയുന്നതുവരെ അയാളെ തടവിൽ വയ്ക്കുവാൻ ഞാൻ ആജ്ഞ കൊടുത്തു. പിന്നീട് അഗ്രിപ്പ ഫെസ്തോസിനോട്, എനിക്ക് ആ മനുഷ്യന്റെ വാക്കുകൾ നേരിട്ട് കേൾക്കുവാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. അയാൾക്ക് പറയുവാനുള്ളത് നാളെ അങ്ങേക്ക് കേൾക്കാം. ഫെസ്തോസ് മറുപടി പറഞ്ഞു. പിറ്റേന്ന് അഗ്രിപ്പാവും ബെർനീക്കയും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരോടും നഗരത്തിലെ പ്രമുഖന്മാരോടും കൂടെ ആഡംബരപൂർവം സമ്മേളന മുറിയിലേക്ക് പ്രവേശിച്ചു. ഫെസ്തോസിന്റെ ആജ്ഞപ്രകാരം പൗലോസിനെ അകത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ
ഫെസ്തോസ് ഇങ്ങനെ പ്രസ്താവിച്ചു: അഗ്രിപ്പ രാജാവേ, ഞങ്ങളോടൊപ്പം സന്നിധരായിരിക്കുന്ന ഏവരുമേ, നിങ്ങൾ ഈ മനുഷ്യനെ കാണുന്നുവല്ലോ. യഹൂദ സമൂഹം ഒന്നടങ്കം യെരുശലേമിലും ഇവിടെ കൈസരിയയിലും ഇയാളെക്കുറിച്ചാണ് എന്നോട് പരാതിപ്പെടുകയും ഇയാൾ ഒരു നിമിഷം പോലും ജീവിച്ചിരുന്നുകൂടാ എന്ന് ഒച്ചപ്പാടുണ്ടാക്കുകയും ചെയ്തത്. മരണത്തിനർഹമായതൊന്നും ഇയാൾ ചെയ്തിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. എന്നാൽ ഇയാൾ ചക്രവർത്തിക്ക് മുമ്പിൽ മേൽവിചാരണയ്ക്ക് അപേക്ഷിച്ചിരിക്കയാൽ ഇയാളെ റോമിലേക്ക് അയക്കാൻ ഞാൻ തീരുമാനിച്ചു. എങ്കിലും ഇയാളെക്കുറിച്ച് തിരുമനസ്സിലേക്ക് എഴുതുവാൻ വ്യക്തമായ കാര്യമൊന്നും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇയാളെ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പാകെ, വിശിഷ്യ അഗ്രിപ്പ രാജാവേ, അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ വിചാരണയുടെ ഫലമായി എഴുതുവാനുള്ള വക ലഭിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. ആരോപണങ്ങൾ വ്യക്തമാക്കാതെ തടവുകാരനെ അയക്കുന്നത് യുക്തമല്ല എന്ന് ഞാൻ കരുതുന്നു.